തുടക്കക്കാരിയായ ഒരു പെൺകുട്ടിക്ക് വായ്പകൾ നൽകാൻ ബാങ്കുകൾ തയ്യാറായില്ല. സംരംഭത്തിനായി സ്ഥലം വാടകയ്ക്ക് നൽകാൻ പോലും ആളുകൾ മടിച്ചു. എന്നാൽ അവർ പിന്മാറിയില്ല. വാടകയ്ക്കെടുത്ത ഒരു ചെറിയ ഷെഡിൽ വെറും 10,000 രൂപ നിക്ഷേപവുമായി കിരൺ തൻ്റെ സ്ഥാപനം തുടങ്ങി. ഇന്ന് നമുക്ക് ആ സ്ഥാപനം അറിയാം. ബഹുരാഷ്ട്ര ബയോടെക്നോളജി ഭീമനായ ബയോകോൺ. ആ വിമർശനങ്ങളെ വകവെച്ചില്ല. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ സാമ്രാജ്യങ്ങളിലൊന്നാണ് നൈക. ഈ രണ്ട് വനിതാ സംരംഭകരുടെയും വിജയഗാഥകൾ കാണിക്കുന്നത് സ്വപ്നങ്ങൾക്ക് മുന്നിൽ ഒരു തടയണയാകാൻ ഒന്നിനും കഴിയില്ലെന്നാണ്. ഓൺലൈനിൽ കണ്ണട വിൽക്കാൻ ഇറങ്ങിയത് വലിയ തോതിൽ പരിഹാസം നേരിട്ടു പീയൂഷ് ബൻസാൽ. കണ്ണ് പരിശോധിക്കാതെയും നേരിട്ട് നോക്കാതെയും ആരും കണ്ണട വാങ്ങില്ല എന്നായിരുന്നു വിമർശനം. നിക്ഷേപത്തിനെ പലരെയും സമീപിച്ചെങ്കിലും ബൻസാലിൻ്റെ ആശയം പലർക്കും ബോധിച്ചില്ല. എന്നാൽ റോബോട്ടിക് ലബോറട്ടറികളും വീടുകളിൽ പോയി കണ്ണ് പരിശോധിക്കുന്ന സൗകര്യവുമെല്ലാം കൊണ്ടുവന്ന് പീയൂഷ് ലെൻസ്കാർട്ടിനെ ഇന്ത്യയിലെ മുൻനിര കണ്ണട ബ്രാൻഡാക്കി മാറ്റി. ഇന്ത്യയിൽ ആര് മൊബൈൽ ഫോണിലൂടെ ടാക്സിക്ക് ബുക്ക് ചെയ്യാനാണെന്ന മിത്തിനെ പൊളിച്ചത് ഭവിഷ് അഗർവാളാണ്. ഒരു ടാക്സി റൈഡ് ആപ്പ് സൃഷ്ടിക്കാനുള്ള അഗർവാളിൻ്റെ ശ്രമത്തെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളും മറ്റ് നിക്ഷേപകരും തള്ളിക്കളഞ്ഞു. ഇന്ത്യ പോലെ ട്രാഫിക് ബ്ലോക്കും ഇടുങ്ങിയ വഴികളുമെല്ലാം നിറഞ്ഞ ഒരു രാജ്യത്ത്, ആളുകൾ ഒട്ടും ഡിജിറ്റൽ അല്ലാത്ത ഒരു രാജ്യത്ത് ആര് ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യാനാണെന്ന ചോദ്യത്തെ ഭവിഷ് നേരിട്ടത് ഒല ക്യാബ്സിലൂടെയാണ്. ലോക്കൽ ടാക്സി സേവന ഏജൻസികളുടെയും എതിർപ്പും ആക്രമണവും നേരിട്ട് വളർന്ന ഒല ഇന്ന് വിജയകരമായി മുന്നേറുന്ന ഒരു ഇലക്ട്രിക് വെഹിക്കിൾ സംരംഭം കൂടിയാണ്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ചെങ്കോട്ടയിൽ ഉയർന്നത് വെറും ഒരു പതാകയായിരുന്നില്ല. ഒരു നൂറ്റാണ്ടിലധികം നീണ്ട അടിമത്തത്തിൽ നിന്ന് ഒരു ജനത നേടിയെടുത്ത മോചനത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു അത്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് രാജ്യത്തിന് രാഷ്ട്രീയ പരമാധികാരം ലഭിച്ചെങ്കിലും സാമ്പത്തികമായും മാനസികമായും വ്യവസായപരമായും ഒരു സ്വയം പര്യാപ്തത കൈവരിക്കാൻ നമുക്ക് ദശാബ്ദങ്ങളുടെ കഠിനാധ്വാനം ആവശ്യമുണ്ടായിരുന്നു. രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ദശാബ്ദങ്ങളോളം നമ്മുടെ സംരംഭകർ അനുഭവിച്ച നിരാസങ്ങളും നിയമപരമായ തടസ്സങ്ങളും ചെറുതല്ല. ഇത് ഇന്ത്യയിൽ നടക്കില്ല, ഇന്ത്യക്കാർ ഇത് ഉപയോഗിക്കില്ല, നിങ്ങൾക്ക് ഇതിന് കഴിയില്ല തുടങ്ങിയ വാക്കുകൾ കേട്ട് വളർന്നവരാണ് നമ്മുടെ ഇന്നത്തെ പല പ്രമുഖ വ്യവസായികളും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യകാലങ്ങളിൽ ശക്തമായ വിപണി കണ്ടെത്താൻ പ്രയാസപ്പെട്ട ഇവർ തങ്ങൾ നേരിട്ട പ്രതിസന്ധികളെ തകർത്തെറിഞ്ഞാണ് ഇന്നത്തെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് അടിത്തറയിട്ടത്. പുതിയ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാളികളായ ആ സംരംഭകരുടെ കഥ വികസിത ഭാരതത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിലെ നിർണായക ഏടുകളാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയിലെ ചില പോരാളികളെക്കുറിച്ച്, അവരുടെ തളരാത്ത പോരാട്ടത്തെക്കുറിച്ച്. വെൽക്കം ടു പ്രോഫിറ്റ് എക്സ്പ്ലെയിനർ. യുണൈറ്റഡ് ബ്രൂവറീസിലെ മദ്യനിർമ്മാണത്തിൻ്റെ ചുമതലക്കാരനായിരുന്ന രസേന്ദ്ര മജുംദാർ മകളെ ബ്രൂയിങ് പഠിക്കാനായി ഓസ്ട്രേലിയയിലേക്ക് അയക്കുന്നു. ക്ലാസ് ടോപ്പറായി പഠനം പൂർത്തിയാക്കി 1970കളുടെ അവസാന കാലത്ത് കിരൺ മജുംദാർ ഷോ എന്ന ആ യുവതി ബംഗളൂരു നഗരത്തിലേക്ക് മടങ്ങിയെത്തി. പല മദ്യ കമ്പനികളെയും ജോലി തേടി സമീപിച്ച അവരോട് കമ്പനികൾ മുഖത്തു നോക്കി നിഷ്കരണം പറഞ്ഞു, ബ്രൂവറി സ്ത്രീകളുടെ ജോലിയല്ല, അതുകൊണ്ട് നിങ്ങളെ ജോലിയിൽ നിയമിക്കാൻ കഴിയില്ല. എല്ലായിടത്തു നിന്നും റിജക്ഷൻ. ബ്രൂയിങ് മേഖല തൽക്കാലം വിടാൻ കിരൺ തീരുമാനിച്ചു. ഒരു മരുന്ന് കമ്പനി തുടങ്ങാൻ പദ്ധതിയിട്ടു. ഒരു അയർലൻഡുകാരനെ കൂട്ടുകെട്ടി. എന്നാൽ തുടക്കക്കാരിയായ ഒരു പെൺകുട്ടിക്ക് വായ്പകൾ നൽകാൻ ബാങ്കുകൾ തയ്യാറായില്ല. സംരംഭത്തിനായി സ്ഥലം വാടകയ്ക്ക് നൽകാൻ പോലും ആളുകൾ മടിച്ചു. എന്നാൽ അവർ പിന്മാറിയില്ല. വാടകയ്ക്കെടുത്ത ഒരു ചെറിയ ഷെഡിൽ വെറും 10,000 രൂപ നിക്ഷേപവുമായി കിരൺ തൻ്റെ സ്ഥാപനം തുടങ്ങി. ഇന്ന് നമുക്ക് ആ സ്ഥാപനം അറിയാം. ബഹുരാഷ്ട്ര ബയോടെക്നോളജി ഭീമനായ ബയോകോൺ. ഒരു കാലത്ത് സ്ത്രീ ആയതുകൊണ്ട് മാത്രം പുറന്തള്ളപ്പെട്ട ഒരു വ്യക്തിയാണ് ഇന്ത്യയുടെ ബയോഫാർമ മേഖലയ്ക്ക് പുതിയ ദിശാബോധം നൽകിയത്. ഇതേ പാതയിലൂടെയാണ് ഫാൽഗുനി നായർക്കും സഞ്ചരിക്കേണ്ടി വന്നത്. 20 വർഷത്തോളം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറായി ജോലി ചെയ്ത ശേഷം 50-ാം വയസ്സിൽ അവർ തൻ്റെ സുരക്ഷിത ജോലി ഉപേക്ഷിച്ചു. ഓൺലൈൻ വഴി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന നൈക എന്ന കമ്പനി തുടങ്ങാൻ ഇറങ്ങി പുറപ്പെട്ടു. പരമ്പരാഗത നിക്ഷേപകർ അവരെ പരിഹസിച്ചു. ഇന്ത്യക്കാർ ഒരിക്കലും ഓൺലൈൻ വഴി കോസ്മെറ്റിക് വാങ്ങില്ല, അവർ തൊട്ടറിഞ്ഞും കണ്ടറിഞ്ഞുമേ വാങ്ങൂ എന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ ഫാൽഗുനി ആ വിമർശനങ്ങളെ വകവെച്ചില്ല. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ സാമ്രാജ്യങ്ങളിലൊന്നാണ് നൈക. ഈ രണ്ട് വനിതാ സംരംഭകരുടെയും വിജയഗാഥകൾ കാണിക്കുന്നത് സ്വപ്നങ്ങൾക്ക് മുന്നിൽ ഒരു തടയണയാകാൻ ഒന്നിനും കഴിയില്ലെന്നാണ്. ഇത് ഇന്ത്യയിൽ നടക്കില്ല എന്ന മിഥ്യാധാരണയെ തകർത്തവരാണ് മറ്റൊരു കൂട്ടർ. ഒരു കാലത്ത് ഇന്ത്യയിൽ ആരും വലിയ സാങ്കേതിക സംരംഭങ്ങളോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളോ ഇവിടെ വിജയിക്കുമെന്ന് കരുതിയിരുന്നില്ല. പരമ്പരാഗത പർച്ചേസിംഗ് രീതികളെയും കടകളെയും മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലഘട്ടം. ഇന്ത്യയിലെ വലുതും ചെറുതുമായ എല്ലാ നഗരങ്ങളിലും കണ്ണടക്കടകളുണ്ട്. ഇന്ത്യക്കാർ മൊത്തം കണ്ണട വെച്ചാലും അവ നൽകാൻ പോന്നിടത്തോളം കടകൾ. അതിനിടെയാണ് ഒരാൾ ഓൺലൈനിൽ കണ്ണട വിൽക്കാൻ ഇറങ്ങിയത്.
വലിയ തോതിൽ പരിഹാസം നേരിട്ടു പീയൂഷ് ബൻസാൽ. കണ്ണ് പരിശോധിക്കാതെയും നേരിട്ട് നോക്കാതെയും ആരും കണ്ണട വാങ്ങില്ല എന്നായിരുന്നു വിമർശനം. നിക്ഷേപത്തിനെ പലരെയും സമീപിച്ചെങ്കിലും ബൻസാലിൻ്റെ ആശയം പലർക്കും ബോധിച്ചില്ല. എന്നാൽ റോബോട്ടിക് ലബോറട്ടറികളും വീടുകളിൽ പോയി കണ്ണ് പരിശോധിക്കുന്ന സൗകര്യവുമെല്ലാം കൊണ്ടുവന്ന പീയൂഷ് ലെൻസ്കാർട്ടിനെ ഇന്ത്യയിലെ മുൻനിര കണ്ണട ബ്രാൻഡാക്കി മാറ്റി. 2010 നിതിൻ കാമത്തും നിഖിൽ കാമത്തും ചേർന്ന് നിരക്കൊന്നും ഈടാക്കാതെ ഓഹരി വ്യാപാരം നടത്താൻ ഉപഭോക്താക്കളെ സഹായിക്കുന്ന സെറോദ എന്ന കമ്പനി തുടങ്ങിയപ്പോൾ സാമ്പത്തിക ലോകം അവരെ നോക്കി ചിരിച്ചു. ഇന്ത്യക്കാർ സൗജന്യമായി ഓഹരി വ്യാപാരം നടത്തുന്ന പ്ലാറ്റ്ഫോമുകളെ വിശ്വസിക്കില്ല, സെറോദ പെട്ടെന്ന് പൂജ്യമായി മാറും എന്ന വിദഗ്ധർ വിധിയെഴുതി. എന്നാൽ ബാഹ്യ നിക്ഷേപങ്ങളൊന്നും വാങ്ങാതെ സുതാര്യത മാത്രം കൈമുതലായി അവർ മുന്നോട്ട് പോയി. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമാണ് സെറോദ. കഠിനാധ്വാനത്തിലൂടെയും ഉപഭോക്താക്കളുടെ വിശ്വാസത്തിലൂടെയും മാത്രം വളരാൻ സാധിക്കുമെന്ന് അവർ തെളിയിച്ചു. ഇൻഷുറൻസ് രംഗത്ത് സുതാര്യത കൊണ്ടുവരാൻ ശ്രമിച്ച യാശിഷ് ദാഹിയെയും ഇതേ രീതിയിലുള്ള എതിർപ്പുകളാണ് നേരിട്ടത്. പരമ്പരാഗത ഏജന്റുകൾക്ക് തിരിച്ചടിയാവുമെന്ന ആശങ്കയിൽ പല ഇൻഷുറൻസ് കമ്പനികളും അദ്ദേഹവുമായി സഹകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ ആ തടസ്സങ്ങളെല്ലാം തരണം ചെയ്താണ് പോളിസി ബസാർ ഇന്ന് കോടിക്കണക്കിന് ആളുകളുടെ ആശ്രയ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. സാമ്പത്തിക സുരക്ഷിതത്വം സാധാരണക്കാരിലേക്ക് എത്തിക്കുക വഴി ഒരു പുതിയ വിപണി തന്നെ അവർ സൃഷ്ടിച്ചെടുത്തു. ഇന്ത്യയിൽ ആര് മൊബൈൽ ഫോണിലൂടെ ടാക്സി ക്യാബ് ബുക്ക് ചെയ്യാനാണെന്ന മിത്തിനെ പൊളിച്ചത് ഭവിഷ് അഗർവാളാണ്. ഒരു ടാക്സി റൈഡ് ആപ്പ് സൃഷ്ടിക്കാനുള്ള അഗർവാളിൻ്റെ ശ്രമത്തെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളും മറ്റ് നിക്ഷേപകരും തള്ളിക്കളഞ്ഞു. ഇന്ത്യ പോലെ ട്രാഫിക് ബ്ലോക്കും ഇടുങ്ങിയ വഴികളുമെല്ലാം നിറഞ്ഞ ഒരു രാജ്യത്ത്, ആളുകൾ ഒട്ടും ഡിജിറ്റൽ അല്ലാത്ത ഒരു രാജ്യത്ത് ആര് ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യാനാണെന്ന ചോദ്യത്തെ ഭവിഷ് നേരിട്ടത് ഒല ക്യാബ്സിലൂടെയാണ്. ലോക്കൽ ടാക്സി സേവന ഏജൻസികളുടെയും എതിർപ്പും ആക്രമണവും നേരിട്ട് വളർന്ന ഒല ഇന്ന് വിജയകരമായി മുന്നേറുന്ന ഒരു ഇലക്ട്രിക് വെഹിക്കിൾ സംരംഭം കൂടിയാണ്. വിപണിയുടെ എതിർപ്പുകൾ മാത്രമല്ല, സർക്കാർ സംവിധാനങ്ങളുടെ സങ്കീർണതകളും സംരംഭകർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. ബ്യൂറോക്രസിയുടെയും ലൈസൻസ് രാജിൻ്റെയും തടവറകൾ തകർത്ത സംരംഭകരും നിരവധിയാണ്. 1990കളുടെ മധ്യത്തിൽ സഞ്ജീവ് ബിഖ്ചന്ദാനി ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ തൊഴിൽ പോർട്ടലായ Naukri.com തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇൻ്റർനെറ്റ് എന്താണെന്ന് പോലും ബോധ്യമുണ്ടായിരുന്നില്ല. ഇന്ത്യക്കാർക്ക് കമ്പ്യൂട്ടറുകളില്ല, ആരും ഇമെയിൽ ഉപയോഗിക്കുന്നില്ല, ക്ലാസിഫൈഡുകൾ വരുന്നത് പത്രങ്ങളിൽ മാത്രമാണ് എന്ന് പറഞ്ഞ് പലരും അദ്ദേഹത്തെ മടക്കി അയച്ചു. എന്നാൽ തൻ്റെ ആശയത്തിൽ വിശ്വാസം അർപ്പിച്ച സഞ്ജീവ് ഒരു വീടിൻ്റെ ചെറിയ മുറിയിലിരുന്ന് അത് യാഥാർത്ഥ്യമാക്കി. ഇന്ന് സൊമാറ്റോ പോലുള്ള വൻകിട കമ്പനികളുടെ വളർച്ചയ്ക്ക് പിന്നിലും ഇതേ വ്യക്തിയുടെ നിക്ഷേപമുണ്ട്. വിനോദ് ഖോസ്രയുടെ അനുഭവവും വ്യത്യസ്തമല്ല. ഇന്ത്യയിൽ സോയാ മിൽക്ക് കമ്പനി തുടങ്ങാൻ ശ്രമിച്ച അദ്ദേഹത്തിന് ഒരു ടെലിഫോൺ കണക്ഷൻ ലഭിക്കാൻ മാത്രം 7 വർഷം കാത്തിരിക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം അമേരിക്കയിലേക്ക് മാറി സൺ മൈക്രോ സിസ്റ്റംസ് എന്ന ആഗോള ടെക് കമ്പനിയുടെ സഹസ്ഥാപകനായി മാറി. ആധുനിക ഇൻ്റർനെറ്റിൻ്റെ അടിസ്ഥാനം രൂപപ്പെടുത്തിയ കമ്പനികളിലൊന്നാണിത്. ഇന്ത്യയിലെ മോശം അടിസ്ഥാന സൗകര്യങ്ങളും കാലഹരണപ്പെട്ട നിയമങ്ങളുമാണ് അന്ന് പല പ്രതിഭകളെയും പുറത്തേക്ക് നയിച്ചത്. എന്നാൽ പിന്നീട് വന്ന തലമുറ ആ അവസ്ഥ മാറ്റിയെഴുതി. പഴയ കാലത്ത് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചും ഖദർ ധരിച്ചുമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരം. ഇന്ന് നാം ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലാണ്. നിരവധി മേഖലകളിൽ ഇന്നും നാം വിദേശ സാങ്കേതിക വിദ്യകളെയും മെഷീനറികളെയും എല്ലാം ആശ്രയിക്കുന്നു. രാജ്യസുരക്ഷ സംബന്ധിച്ച് നിർണായകമായ പ്രതിരോധ മേഖല പോലും ഏതാനും വർഷം മുൻപ് വരെ വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ഈ പരാശ്രയത്വത്തിൽ നിന്നാണ് നമുക്കിനി സ്വാതന്ത്ര്യം വേണ്ടത്. അതിനുള്ള മാർഗം സ്വന്തമായി സാങ്കേതിക വിദ്യയും ബിസിനസ്സും കെട്ടിപ്പടുക്കലാണ്. വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന നമ്മൾ ഇന്ന് സ്വന്തമായ റോക്കറ്റുകളും ആഗോള കമ്പനികളും വളർത്തിയെടുക്കുന്നു. ബഹിരാകാശ രംഗത്തും പ്രതിരോധ രംഗത്തും പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയുടെ ഭാവി ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം ഭയപ്പാടോടെ കണ്ട ഡിജിറ്റൽ പണമിടപാടുകൾക്കായി നമ്മൾ UPI സംവിധാനം സ്വന്തമായി ഉണ്ടാക്കി വിജയിപ്പിച്ചു. ഇന്ന് ലോകത്തെ സമാനതയില്ലാത്ത സാമ്പത്തിക വിജയങ്ങളിലൊന്നായി അത് മാറിയിരിക്കുന്നു. സാമ്പത്തിക ഉൾച്ചേർക്കലിൻ്റെ UPI ശൃംഖലയിൽ ഇന്ത്യയിലെ പാവപ്പെട്ടവനും പണക്കാരനുമെല്ലാം തുല്യ പദവിയോടെ ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് ബിസിനസ് വഴങ്ങില്ലെന്ന വാദത്തെ തകർത്ത് ഇന്ന് ആയിരക്കണക്കിന് വനിതാ സംരംഭകർ രാജ്യത്ത് മുൻനിരയിലേക്ക് എത്തിയിരിക്കുന്നു. തങ്ങൾക്ക് ലഭിച്ച ഇല്ല എന്ന ഉത്തരങ്ങളെ കഴിയും എന്ന് തെളിയിച്ച് കാട്ടിയവരാണ് ഈ സംരംഭകരെല്ലാം. രാഷ്ട്രീയമാണ് നമുക്ക് സ്വരാജ്യം തന്നത്. എന്നാൽ ഈ സംരംഭകർ നമുക്ക് സാമ്പത്തികമായ സ്വാതന്ത്ര്യം നേടിത്തരാൻ പ്രയത്നിക്കുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിനായി ജീവിച്ചവരെയും പ്രാണൻ തിരിച്ചവരെയും ഓർക്കുമ്പോൾ തന്നെ ഈ പുതിയ കാലത്തിൻ്റെ നിർമ്മാതാക്കളെയും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പ്രതിസന്ധികളെയും നിരാശങ്ങളെയും വകച്ചു മാറ്റി രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കിയവരുടെ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം. ഈ വിജയഗാഥയെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്.